എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നവംബർ 27 മുതൽ ജനുവരി 16 വരെയായിട്ട് 50 ദിവസങ്ങളിലായി ഗ്രൂപ്പ് ഡി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 ദിവസങ്ങൾ കഴിഞ്ഞായിരുന്നു വീണ്ടും നമ്മുടെ കുട്ടികൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ രണ്ട് വിഭാഗം ആൾക്കാരുണ്ട്. ഒന്ന്, ഈ ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്യാത്ത ആൾക്കാർ. രണ്ടാമത്തേത്, ഈ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ഒന്നും ചെയ്യാതെ ഇനി സമയമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സമയം പോയ ആൾക്കാർ. അവരൊക്കെ കാത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് വരും. എത്രത്തോളം വേക്കൻസി കാണാൻ സാധ്യതയുണ്ട്? ഏജ് ലിമിറ്റ് കഴിഞ്ഞ തവണത്തെ പോലെ 36 വയസ്സ് വരെ വരുമോ? അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് ആണ്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. എന്ന് റെയിൽവേ ഗ്രൂപ്പ് ഡി പുതിയ നോട്ടിഫിക്കേഷൻ വരും, അതിന്റെ ഏജ് ലിമിറ്റ് എത്രയായിരിക്കും, ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും, ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും, ഫുള്ള് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കുക. ഈ കാണുന്നത് റെയിൽവേയുടെ 2025 എക്സാം കലണ്ടറാണ്. റെയിൽവേ നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്ത RRBയുടെ 2025 എക്സാം കലണ്ടർ. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒന്നാമത് പറയുന്നത് ഇങ്ങനെയാണ്: ജനുവരി മാർച്ച് മാസങ്ങളിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ വരും. യെസ്, ഒരു മാസത്തിന് ശേഷം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ അതിന്റെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഇന്റിമേഷൻ കൂടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു. ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നു. അതിനുശേഷം NTPC ഗ്രാജുവേറ്റ്, റെയിൽവേയുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി NTPC ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ വരുമെന്ന് പറഞ്ഞു. യെസ്, വന്നായിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു. അതേപോലെ തന്നെ NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു. അതും വന്നായിരുന്നു. ഇപ്പോൾ ഈ മാസം ആയിരുന്നു അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. 4-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ആ ഡേറ്റും കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് JEE നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു. RRB JEE നോട്ടിഫിക്കേഷൻ വന്നു. ഇനി അങ്ങോട്ട് വരാനുള്ളത് 2025 കലണ്ടർ പ്രകാരം വരാനുള്ളത് 3 നോട്ടിഫിക്കേഷൻസ് ആണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന്. അതിൽ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ, ബാക്കിയുള്ളത് പാരാമെഡിക്കലും അതേപോലെ മിനിസ്റ്റീരിയലുമാണ്. ഇനി നോക്കിയേ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ലെവൽ 1 നോട്ടിഫിക്കേഷൻ. അപ്പൊ റെയിൽവേ പറയുന്നത് എങ്ങനെയാണ്? ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. പക്ഷേ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ജനുവരി മാസമാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ജനുവരിയിൽ, അതായത് അടുത്ത മാസം നമുക്ക് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ജനുവരി അവസാനമൊക്കെ ആകുമ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരും: വേക്കൻസി എത്രത്തോളം കൂടാനായിട്ട് സാധ്യതയുണ്ട്? മക്കളെ, കഴിഞ്ഞ റെയിൽവേയുടെ മീറ്റിംഗിൽ തന്നെ റെയിൽവേ പറഞ്ഞത് ഇങ്ങനെയാണ്: ഏതാണ്ട് 75,000-ഓളം വേക്കൻസിയാണ് ലെവൽ 1 പോസ്റ്റുകളിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 32,000 വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. പക്ഷെ അവിടെ കുറച്ചും കൂടെ വേക്കൻസി കൂടാൻ സാധ്യതയുണ്ട്. എങ്ങനെ പോയാലും ഏതാണ്ട് അത്രത്തോളം നിയമനങ്ങൾ നമുക്ക് ലെവൽ 1 പുതിയ നോട്ടിഫിക്കേഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതാണ്ട് ഒരു 20,000-നും 30,000-നും ഇടയ്ക്ക് വരുന്ന ഒരു വേക്കൻസി കൂടിയായിരിക്കും പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ല ചാൻസ് ആണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ആദ്യമേ തുടങ്ങിക്കാം. ഓക്കെ, ജനുവരി മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വരും: എക്സാം നീളാൻ ചാൻസ് ഉണ്ടോ? അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് പുതിയ പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ? എന്തായിരിക്കും പുതിയ പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ വരാനായിട്ട് ചാൻസ്? അതായത് കഴിഞ്ഞ തവണ ഒരുപാട് കേസും കൂട്ടമൊക്കെ വന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ITI ആകുമോ? അപ്പൊ അവിടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോ കോടതി, അതായത് ഡൽഹി കോടതി എക്സാം നടത്താനായിട്ട് പറഞ്ഞായിരുന്നു. അതായത് SSLC ക്വാളിഫിക്കേഷനിൽ വെച്ചുകൊണ്ട് തന്നെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ നോട്ടിഫിക്കേഷനിലും ക്വാളിഫിക്കേഷൻ മാറാനുള്ള സാധ്യത കുറവാണ്. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. ഇപ്പം ക്വാളിഫിക്കേഷൻ മാറും അങ്ങനെ ഞാൻ പറയുന്നില്ല. SSLC ആയിരിക്കും ക്വാളിഫിക്കേഷൻ. നിലവിൽ എങ്ങനെയാണോ നോട്ടിഫിക്കേഷൻ വന്നത്, അതായത് 2025 എങ്ങനെയാണോ നോട്ടിഫിക്കേഷൻ വന്നത്, ജനുവരിയിലെ നോട്ടിഫിക്കേഷൻ വന്നത്, ആ ക്വാളിഫിക്കേഷനിലായിരിക്കും വരാൻ സാധ്യത. മേ ബി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്കത് ഉറപ്പിച്ച് പറയാം. എന്നാലും ഒരു 90% നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: എന്താണ് അതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്? കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയായിരുന്നു അവിടെ ഏജ് ലിമിറ്റ് വരുന്നത്. കാരണം റെയിൽവേയുടെ എല്ലാ പരീക്ഷകളിലും കഴിഞ്ഞ നോട്ടിഫിക്കേഷൻസ് മൊത്തം എടുക്കുകയാണെങ്കിൽ കോവിഡ് കാരണം എല്ലാ പരീക്ഷകൾക്കും 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ നോട്ടിഫിക്കേഷനിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ പ്രതീക്ഷിച്ചാൽ മതി. അതായത് ഏജ് ലിമിറ്റ് ഇങ്ങനെയായിരിക്കും. കഴിഞ്ഞ NTPC ഗ്രാജുവേറ്റ് പോലെ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്, 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്, 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് NTPC ഗ്രാജുവേറ്റ് നോക്കുകയാണെങ്കിൽ 2/1/1993 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ജനറൽ കാറ്റഗറി ആണെങ്കിൽ. OBC ആണെങ്കിൽ 2/1/1990 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST ആണെങ്കിൽ 2/1/1988 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഏജ് ലിമിറ്റിലായിരിക്കും പുതിയ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത്.
അപ്പോൾ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു SSLC ആവാനാണ് സാധ്യത. അതേപോലെ ഏജ് ലിമിറ്റ് ഞാൻ ഈ പറഞ്ഞതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അത് കഴിഞ്ഞ എക്സാം നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം? അപ്പോൾ ഇപ്പോൾ ഒരു കോടതിയിൽ ഒരു കേസ് ബാക്കി അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇനി അടുത്ത് ഒരു വ്യക്തമായിട്ടൊരു ഓർഡറോട് കൂടിയായിരിക്കും പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് കൃത്യമായിട്ട് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞായിരിക്കും പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. കാരണം റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ റെയിൽവേയുടെ RPF പരീക്ഷകളൊക്കെ തന്നെ ആർക്ക് കൊടുത്തായിരുന്നു? SSCക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് ഏതൊക്കെ പരീക്ഷകൾ മാത്രമേ ഉള്ളൂ? JEE, അതേപോലെ ടെക്നീഷ്യൻ, ALP, NTPC, ഗ്രൂപ്പ് D, അത്രയും പരീക്ഷകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് അവർ വളരെ പെട്ടെന്ന് തന്നെ കണ്ടക്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതായത് അടുത്ത വർഷം 2026 ഒരു ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 7 മാസമൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആയിട്ട് നിങ്ങൾക്ക് മിനിമം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഏതൊക്കെ പോസ്റ്റുകളിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്? അപ്പോൾ ഗ്രൂപ്പ് D എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 14 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നത്, ലെവൽ 1. അപ്പോൾ ഈ ഗ്രൂപ്പ് D ലെവൽ 1 രണ്ടും ഒന്നാണ് കേട്ടോ. അതായത് റെയിൽവേ എക്സാംസിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ റെയിൽവേ എക്സാംസിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ടെക്നിക്കൽ എന്നും നോൺ ടെക്നിക്കൽ എന്നും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ടെക്നിക്കലിനകത്താണ് ALP ഒക്കെ വരുന്നത്, JEE ഒക്കെ വരുന്ന ടെക്നിക്കലിനകത്താണ്. നോൺ ടെക്നിക്കലിനകത്താണ് നമ്മുടെ NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് ഒക്കെ വരുന്നത് നോൺ ടെക്നിക്കലിനകത്താണ്. അപ്പോൾ അതിനകത്ത് NTPC അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ലെവൽ 2, ലെവൽ 3 ഒക്കെ ആയിരിക്കും. അതേസമയം NTPC ഗ്രാജുവേറ്റ് ആണെങ്കിൽ ലെവൽ 4, ലെവൽ 5, ലെവൽ 6 ഒക്കെ ആയിരിക്കും NTPC ഗ്രാജുവേറ്റ് വരുന്നത്. ഏറ്റവും താഴെയുള്ള പോസ്റ്റാണ് ലെവൽ 1, അതായത് ഗ്രൂപ്പ് D എക്സാം എന്നൊക്കെ നമ്മൾ പറയുന്നത്. സോ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 14 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഇപ്പോഴും നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാം. അതായത് പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ്: ഒന്ന് അസിസ്റ്റന്റ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് AC, അതേപോലെ തന്നെ ഈ കാണുന്ന 14 പോസ്റ്റുകൾ: ഒന്ന് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്, അസിസ്റ്റന്റ് ബ്രിഡ്ജ്, അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് പെർമനന്റ് വേ അല്ലെങ്കിൽ PWay, അതേപോലെ തന്നെ അസിസ്റ്റന്റ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് AC, അസിസ്റ്റന്റ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് AC, അതേപോലെ അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ, അസിസ്റ്റന്റ് TRD ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ പോയിന്റ്സ്മാൻ, അതേപോലെ ട്രാക്ക് മെയിൻ്റനർ, അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളാണ് നോട്ടിഫിക്കേഷൻ വരുന്ന 14 പോസ്റ്റുകൾ. ഓക്കെ, അപ്പോൾ അവിടെ മനസ്സിലാക്കുക, നമുക്ക് ഏറ്റവും താഴെയുള്ള പോസ്റ്റ് ആണെങ്കിലും പ്രൊമോഷൻ ചാൻസ് ഉണ്ടോ? യെസ്, തീർച്ചയായിട്ടും പ്രൊമോഷൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ റെയിൽവേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലെവൽ 1 ആയിട്ട് നിങ്ങൾ കയറുകയാണെങ്കിലും അവിടെ ക്വാളിഫിക്കേഷൻ SSLC ആണ്. നിങ്ങൾക്ക് ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് +2 ഉണ്ട്, ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ BTech ഉണ്ട്, ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് മേലിലോട്ട് പ്രൊമോഷൻ കിട്ടി പോവാം. ഓക്കെ, അപ്പോൾ പ്രൊമോഷൻ ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ലെവൽ 1 ആണെങ്കിൽ തന്നെ നിങ്ങൾ കയറുന്ന സമയത്ത് പുതിയ പേ കമ്മീഷൻ ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 40,000 പ്ലസ് സാലറിയോട് നിങ്ങൾക്ക് പ്ലേസ് ആവാൻ പറ്റും. അവിടെ മനസ്സിലാക്കുക, നിലവിലൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കേരളത്തിൽ കിട്ടുന്നത് ഒരു 37,000 ഒക്കെ ആയിരിക്കും ആദ്യം കയറുന്ന സമയത്ത് കിട്ടുന്നത്. പക്ഷേ ഇവിടെ റെയിൽവേയിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു 40,000 പ്ലസ് സാലറി നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല പെൻഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ UPS ആണ്, ഉയർന്ന പെൻഷൻ, ഉയർന്ന അലവൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ബാക്കി വേറൊന്നുമില്ല, ബാക്കിയെല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങളൊരു ലോങ് ടേം പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഗ്രൂപ്പ് D എക്സാമിനും NTPC എക്സാംസിനും ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന്റെ അടിപൊളി ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റെയിൽവേ ഗ്രൂപ്പ് D ലോങ് ടേം ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് ഒന്നുകിൽ സൂപ്പർ നോട്ട്സിന്റെ ആപ്പിൽ കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം 8281223366. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരും, എന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. ഇത്രയും അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.